വണക്കം ചങ്ങാതിമാരെ, ഗാവടെക് 66ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലെ കുറച്ച് നേരത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ നൈഫ് കിട്ടിയായിരുന്നു. അതിപ്പോൾ അവരുടെ അശ്രദ്ധമായിട്ടുള്ള യൂസ് കാരണം അതിൻ്റെ മുറിച്ച് വന്ന ഭാഗമൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു, കട്ടായിപ്പോയി. അപ്പോൾ വളരെ ഒരു മോശം കണ്ടീഷനിൽ അവർ ഉപേക്ഷിച്ചിട്ട ഒരു സ്ഥിതിയിലാണ് എൻ്റെ കയ്യിലേക്ക് അത് തന്നത്. ഇത് കണ്ടോ, ഇത് റഫ് യൂസ് കൊണ്ട് കളഞ്ഞതല്ല, അല്ലാതെ നൈഫിൻ്റെ കുഴപ്പം കൊണ്ട് കളഞ്ഞതല്ല. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ നൈഫായിരുന്നു അത്. അപ്പോൾ അതങ്ങനെ കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്നെ റീസ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ആലയിൽ നമുക്ക് മറ്റേ ചൂടാക്കേണ്ട പരിപാടിയൊന്നുമില്ല, കാരണം ഇത് ആ ടൈപ്പ് മെറ്റലാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ബ്ലാക്ക് സ്മിത്തിങ് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ ബ്ലേഡിൻ്റെ ലെവല്, കട്ടിങ് ലെവല് നമുക്ക് കളയാൻ പറ്റില്ല. കാരണം റഫായിട്ടത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതേ ഒരു ഇത് കിട്ടിയാലാണ് നമുക്ക് ചോപ്പിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ അരിയാനോ പിടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ നമ്മൾ ആദ്യം ഒരു കടലാസിൽ വരച്ചെടുക്കണം. പൊട്ടിപ്പോയ ഭാഗം ഒഴിവാക്കിയിട്ട് അത് ലെവൽ ചെയ്തിട്ട് ഒരു പേപ്പറിൽ അതിൻ്റെ പാറ്റേൺ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ പിന്നെ നമുക്കത് അതിൻ്റെ ഷേപ്പ് മാറില്ല, പഴയ ഷേപ്പിൽ തന്നെ നമുക്ക് നൈഫ് കിട്ടും. ഒരു കട്ടിയുള്ള പേപ്പറിൽ പേന കൊണ്ട് അതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്രിക വെച്ച് അത് വരച്ചെടുത്ത ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ബ്ലാക്ക് സ്മിത്തിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡിൽ പരിചയമുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ നമുക്കിത് അറിയില്ലല്ലോ, നമുക്കത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ ആ ഒരു പീസ് നശിപ്പിക്കാതെ അതിൻ്റെ ആ ഒരു ജെനുവിൻ കണ്ടീഷനിൽ തന്നെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലത്തെ വർക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ചെറിയ നൈഫുകളൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയുള്ളൊരു ഭാഗം ഒടിഞ്ഞു പോയത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതേ ലെവലിൽ അതിൻ്റെ ആ എഡ്ജ് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്താൽ മതി, ആർക്കും ചെയ്യാം. പക്ഷേ അല്പം ശ്രദ്ധ വേണമെന്ന് മാത്രം. അപ്പോൾ പേപ്പർ കൃത്യമായിട്ട് വെട്ടിയെടുക്കുക. പേപ്പർ കൃത്യമായിട്ട് വെട്ടിയെടുത്തിട്ട് വേണം അത് നമുക്ക് നൈഫിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം ഞാൻ ഡയലോഗുകൾ കുറയ്ക്കുക കേട്ടോ, കാരണം പറഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് കാണാമല്ലോ, പിന്നെ കണ്ടമാനം സംസാരിച്ച് ബോറാക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആ പൊട്ടിയ ഭാഗം കട്ട് ചെയ്ത് പോകാൻ പാകത്തിന് കുറച്ച് മേലേക്ക് കയറ്റി വയ്ക്കുക. ആ എഡ്ജ് അത്ര അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം നമുക്ക്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പശ വെച്ചിട്ട് നൈഫിലേക്ക് ആദ്യം ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് അറിയാവുന്നവർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് എൻ്റെ ആ ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ പശ വെച്ച് പൊട്ടിപ്പോയ ഭാഗം ഒഴിവാക്കാൻ പാകത്തിന് അല്പം മേലേക്ക് കയറ്റി വെച്ച് ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് നൈഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പേപ്പർ കളയുക, പശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ കുറേ തുരുമ്പും അഴുക്കും എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് ഒരു അല്പം WD-40 അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ലിക്വിഡോ സ്പ്രേ ചെയ്തിട്ട് ഒരു 400-ൻ്റെ എല്ലാം എമരി പേപ്പർ വിട്ടിട്ട് ചുമ്മാ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. അത് തുരുമ്പൊന്ന് കളയുക. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് വേറെ രീതിയിൽ അത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയിൽ അവിടെ എന്തോ വേസ്റ്റൊക്കെ പോലെ പിടിച്ചിരുന്നിട്ട് ആകെ റഫായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ഉപയോഗിച്ചത്. പേപ്പർ വെച്ചാൽ കത്തി പോറിപ്പോകാൻ ഇടയുണ്ട്, കുറച്ച് പോറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നാച്ചുറൽ ഭംഗി പോകും. എന്നാലും നല്ല തുരുമ്പ് കളയാൻ അതല്ലാതെ മാർഗമില്ലായിരുന്നു. തുരുമ്പ് എന്തോ കറ പിടിച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. തുരുമ്പ് അങ്ങനെ പിടിക്കുന്ന ഒരു നൈഫും അല്ല ഇത്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് കമ്പനിയാണ്. അപ്പോൾ രണ്ട് സൈഡും ആദ്യം തുരുമ്പ് ക്ലീനാക്കി എടുക്കുക.
ഇപ്പോൾ ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. ഫൈനൽ ഫിനിഷിങ് ക്ലീനിങ് ഫൈനൽ ഫിനിഷിങ് സമയത്ത് നമുക്ക് ചെയ്താൽ മതിയല്ലോ. അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആംഗിൾ ഉണ്ടല്ലോ, എല്ലാ കത്തിയുടെയും ആ മൂർച്ചയുടെ ആംഗിൾ, ആ ഒരു ചെരിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിന് ആ ഒരു കമ്പനി ഗ്രൈൻഡ് ചെയ്ത ആംഗിൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡെപ്ത്ത് കുറച്ച് ചെരിച്ചിട്ട് അതേ അളവിൽ അത് മൂർച്ച വെച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിസ്സാര സമയം മതി. പക്ഷേ എനിക്കിത് കളയാൻ മനസ്സിലാത്തതുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവം ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം ഞാനൊരു കട്ടിങ് വീലിട്ടിട്ട് വളരെ നൈസായിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ആദ്യമേ ഒരു ഗ്രൈൻഡിങ് വീലിട്ട് കുറേ കളയാം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെ കേട്ടോ ചെയ്തത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഒത്തിരി സമയമെടുത്തത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ലെവല് അവരുടെ ആ ഷേപ്പ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിനനുസരിച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയാം. അപ്പോൾ അത്രയും പ്രശ്നം വരില്ല. അപ്പോൾ ഞാനത് കൈക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പലകഷ്ണത്തിൽ 2 ആണിയൊക്കെ ഇട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി ലോഡ് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഓടിച്ച് വിട്ടാൽ മതി. അപ്പോൾ പിന്നെ ആ കത്തിയുടെ വെയിറ്റ് കൊണ്ട് തന്നെ അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇത്ര സൂക്ഷ്മമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. കുറേശ്ശെ ഒരു നൈസായിട്ട്, പേപ്പറെന്ന് പറയാൻ പറ്റില്ല, ഒരു പൊടി വരാൻ പാകത്തിന് ഇങ്ങനെ ക്ഷമയോടെ കുറേ പ്രാവശ്യം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. കാരണം അത് റഫായിട്ട് പോവില്ല, എഡ്ജ് അതിലേക്ക് കയറി മുറിഞ്ഞ് പോവില്ല. അപ്പോൾ അങ്ങനെ ചെറിയ കത്തികളൊക്കെ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് ഞാനതങ്ങനെ ചെയ്തു. ഈ കത്തിയുടെ ആംഗിൾ അത് നമ്മുടെ കട്ടിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഒരു ആവശ്യമുള്ള സാധനം കേട്ടോ. അതിൻ്റെ ഷേപ്പും അതിൻ്റെ കട്ടിങ് എഡ്ജിൻ്റെ ആംഗിളും അതെല്ലാം വളരെ കൃത്യമാണെങ്കിൽ യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിപ്പോൾ കമ്പനിക്കാർ വിട്ട ആംഗിൾ അതേപോലെ തന്നെ ഫുൾ പോകാത്തതുകൊണ്ട് എനിക്കതേ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ ശ്രദ്ധാപൂർവം കുറേശ്ശെ ആംഗിളിനനുസരിച്ചിട്ട് ചെരിച്ച് അത് ഫൈനൽ എഡ്ജ് മൂർച്ച വരുന്നിടം വരെ ചെയ്യാം. സിമ്പിളാണ്. ഇച്ചിരി സമയം വേണം, ഇച്ചിരി ക്ഷമ വേണം മാത്രമേ ഉള്ളൂ. ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ധൃതി പിടിക്കരുത്, വളരെ സാവകാശം ചെയ്യണം. അതങ്ങനെ ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡും ചെയ്യണം. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഒരു എമരി പേപ്പറാണ്. സ്റ്റാൻഡേർഡ് ഡിസ്കിനകത്ത് ഒരു 120 പേപ്പർ, കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് തേഞ്ഞു പോയത്, പുതിയ പേപ്പറല്ല കേട്ടോ, കുറച്ചൊന്ന് തേഞ്ഞു പോയ പേപ്പർ എടുത്തിട്ട് ഇതേ സെയിം രീതിയിൽ അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കട്ടിങ് വളരെ സ്ലോയിലായിരിക്കും, കുറേശ്ശേ പോവുള്ളൂ. നല്ല ക്ഷമയെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 120 പേപ്പർ, പക്ഷേ കുറേ തീർന്ന പേപ്പറാണ്. അതായത് അതിൻ്റെ ഗ്രിപ്പ് കുറേ പോയ പേപ്പറാണ്. വേസ്റ്റായിട്ട് ഞാൻ കളഞ്ഞായിരുന്നു. മരമൊക്കെ അത് പോളിഷ് ചെയ്ത് അത് ഞാൻ കളഞ്ഞ പേപ്പറാണ്. അപ്പോൾ ഇതിന് കൂടുതൽ ഹെവിയായിട്ട് എൻ്റെ മെറ്റീരിയൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പഴയ പേപ്പർ എടുത്തത്. പക്ഷേ കുഴപ്പമില്ല, നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. ഒത്തിരി ഗ്രിപ്പ് വേണ്ട അതിന്. അങ്ങനെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ഇതേ സെയിം പ്രൊസീജിയർ ആവർത്തിക്കണം 2 സൈഡിലേക്ക്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഫൈനൽ മൂർച്ചയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എഡ്ജ് കറക്റ്റായിട്ട് ഷേപ്പ് പോകാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കും ചെയ്യാം. വീട്ടിലൊരു ആംഗിൾ ഗ്രൈൻഡറും അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഇതൊക്കെ നമുക്ക് വെറുതെ വേസ്റ്റാക്കി കളയണ്ട. അങ്ങനെ പഴയ സ്റ്റീലിൻ്റെ കത്തികളൊക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഹൈ കാർബൺ സ്റ്റീൽ കത്തികളൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം വേണം, ക്ഷമ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇട്ടത് ഏകദേശം ആയിട്ടുണ്ട്.
അത്യാവശ്യം നല്ലൊരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300-ൻ്റെ പേപ്പറാട്ടോ. ആ പീസയിലിരിക്കുന്ന 300-ൻ്റെ പേപ്പറാണ്. ആ 300-ൻ്റെ പേപ്പറിൽ അത് മാക്സിമം നമുക്ക് ഉരച്ച് ഫൈനൽ ഇതിൻ്റെ മൂർച്ച കിട്ടാൻ മാത്രമുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതും കുറച്ച് സമയമെടുക്കും. അത് ആ ആംഗിൾ അതേപോലെ തന്നെ പിടിച്ച് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ മൂർച്ചയുള്ള ഭാഗം കൃത്യമായിട്ട് ആ പേപ്പറിൽ കൊണ്ടിട്ട് നല്ല മൂർച്ച കിട്ടും. അതിന് വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് മാനുവലായിട്ട് ചെയ്യണം. അത് നമുക്ക് ഇതിന് മോട്ടോർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അനുഭവത്തിൽ കേട്ടോ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല. കത്തി കംപ്ലൈൻറ്റ് വരുമോ അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഇനി സൈഡ് കയറി ഇറങ്ങിപ്പോവോ അങ്ങനെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഫൈനലായിട്ട് ഈ 300-ൻ്റെ പേപ്പറിൽ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇതുപോലെ ഉരച്ചെടുത്താൽ നമുക്കത് ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഇതിപ്പോൾ എത്ര മൂർച്ചയാണെങ്കിലും ഇതിപ്പോൾ കട്ടിയുള്ള പേപ്പർ സിമ്പിളായിട്ട് മുറിയുണ്ട്. അപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ചുകൂടെ നൈസ് പേപ്പർ, അതായത് A4 ഷീറ്റൊക്കെ പോലത്തെ പേപ്പർ മുറിക്കാനുള്ള മൂർച്ചയിലേക്ക് വരണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ എത്ര ഇത് മുറിച്ച് വെച്ചെടുത്താലും എല്ലും കഷ്ണമൊക്കെ ചുമ്മാ പടപടാന്ന് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കത്തിയുടെയും മൂർച്ച പോകും. അല്ലെങ്കിൽ അത്ര ഹെവി നല്ല ടൈപ്പ് കത്തിയായിരിക്കണം. ഇതൊരു ആവറേജ് ചിക്കൻ്റെ പീസോ മീനൊക്കെ വെട്ടാം. അത് റഫായിട്ട് വെട്ടാതിരുന്നാൽ കുഴപ്പമില്ല, സുഖമായിട്ട് അത് ലാസ്റ്റ്. അപ്പോൾ ഫൈനൽ മൂർച്ചയിലേക്ക് ഇതുപോലെ കുറച്ച് നേരോടെ കുറേ സമയം എടുക്കുക. എല്ലാത്തിനും സമയം എടുക്കും കേട്ടോ. സിമ്പിളാണ്, പക്ഷേ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ ഏകദേശം അത് അത്യാവശ്യം മൂർച്ച ആയിട്ടുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു നമുക്ക് തുമ്പ് നൈസാക്കി കളയരുത്, കാരണം കുറച്ച് ഹെവി ആയിട്ടുള്ള റഫ് യൂസിനുള്ള കത്തിയാണ്. അപ്പോൾ അത് തീരെ നൈസാക്കി ബ്ലേഡ് പോലെ ആക്കരുത്, എന്നാൽ അതിൻ്റെ എഡ്ജിന് നല്ല മൂർച്ച കിട്ടുകയും വേണം. അതാണ് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള രീതി. അത് പൂർണ്ണമാണെന്നൊന്നും ഞാൻ പറയണില്ല. ഇനി നമുക്കതിൻ്റെ ആ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അത് സാധാരണ പെയിൻറ്റിൻ്റെ റബ്ബിംഗ് കോട്ടിൽ SD-യുടെ ഞാൻ പണ്ട് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുരട്ടുക. പിന്നെ ഒരു പോളിഷ് ബ്രഷ്, അത് ഞാൻ പണ്ട് ആമസോണിൽ ഈ സെയിം കാറിൻ്റെ കേസിന് തന്നെ വാങ്ങിച്ചതാണ്. അതിപ്പോൾ പല മരമൊക്കെ പോളിഷ് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ പോയി, പക്ഷേ നമ്മുടെ ആവശ്യത്തിന് അത് മതി. അപ്പോൾ ആ സ്പോഞ്ചിലേക്ക് കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ടോടെ പറ്റിയിട്ട് ഓൺ ചെയ്തിട്ട് ശ്രദ്ധാപൂർവ്വം ഒന്ന് പിടിച്ചു കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കത്തി കിട്ടും. അപ്പോൾ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മൾ ചില ലിക്വിഡ് സോപ്പൊക്കെ വെച്ച് കഴുകി തന്നാൽ മതി. അതിൻ്റെ വേസ്റ്റൊന്നും അതിനകത്ത് പിടിച്ചിരിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഈ സ്പോഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് പോളിഷായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും, ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഒരു ഒറിജിനൽ കണ്ടീഷൻ കിട്ടാൻ മാത്രമുള്ളൊരു ഭംഗി നമുക്ക് ആക്കിയെടുക്കാം. അതിനകത്ത് കുറച്ച് സമയം മതി, പോളിഷിങ്ങിന് കുറച്ച് സമയം മതി. കാരണം നമ്മൾ ആദ്യം പേപ്പർ ഇട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തായിരുന്നല്ലോ. അപ്പോൾ സെയിം റബ്ബിംഗ് കോമ്പൗണ്ട്, പെയിൻറ്റ് റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് ഇതേപോലെ സ്പോഞ്ച് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പിടിക്കുക. സ്പോഞ്ച് ബ്രഷ് അല്ലെങ്കിൽ ക്ലോത്ത് ബ്രഷ് ആയാലും മതി. ഒരു ക്ലോത്ത് ബ്രഷ് ഓരുണ്ടായിരുന്നത് അത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ പഴയ സ്പോഞ്ച് ബ്രഷ് അതിൽ നന്നായിട്ട് തോന്നി, അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, അതുപോലെ രണ്ട് സൈഡും നമുക്ക് ഭംഗിയായിട്ട് ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്ത് അതൊന്ന് തുറച്ചെടുത്താൽ സംഭവം വേറൊരു വർക്ക് തീർന്നു. പിന്നെ ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നമുക്കിനി അതിൻ്റെ മൂർച്ചയും ടെസ്റ്റ് ചെയ്യണമല്ലോ. ആദ്യം കട്ടിയുള്ള പേപ്പറാണ് എടുത്തത്. ഇനിയിപ്പോൾ നമുക്കൊരു A4 സൈസിൽ ഇതിൻ്റെ മൂർച്ചയൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു സാധാരണ A4 സൈസ് പേപ്പറാണ്. ഇത് കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഇതേ കണ്ടീഷനിൽ എടുക്കാം. ഇതാണ് എൻ്റെ കണ്ടീഷനിൽ ഇത്ര എനിക്ക് പറ്റുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ കണ്ടീഷനിൽ ഇത് സുന്ദരമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോകൾ കാണണ്ടല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരും. ഇടയ്ക്ക് ചില ഗ്യാപ്പ് വന്നാലും ഞാൻ വരും. പിന്നെ ഇത് ഭംഗിയായിട്ടൊന്ന് കഴുകിയെടുക്കുക. അത് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റായിട്ട് കളയാൻ വെച്ചാർന്ന ഒരു കത്തി നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും വണക്കം.